കേരളത്തിൽ ഈ സമീപകാലത്ത് അക്രമങ്ങൾ പെരുകിയപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് വയലൻസ് സിനിമകളാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ലഹരി ഉപയോഗവും അക്രമവാസനയും വർദ്ധിക്കാനുള്ള കാരണം ന്യൂ ജനറേഷൻ സിനിമകളെന്നാണ് പലരും കുറ്റപ്പെടുത്തിയത്. ഇത് ശരിവെക്കുകയാണ് സിനിമാ മേഖലയും. ഒടുവിൽ കുറ്റസമ്മതവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മാർക്കോ സിനിമയുടെ നിർമ്മാതാവാണ്. മാർക്കോ പോലെ വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇനി ചെയ്യില്ലെന്നും വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്ത സിനിമയല്ലെന്നും നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് പറഞ്ഞു. ഒരിക്കലും വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സമൂഹത്തിൽ വയലൻസ് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടോ ഒരാളും സിനിമ എടുക്കില്ല. പക്ഷെ ഇപ്പൊ ഈ ഉണ്ടാവുന്ന സിറ്റുവേഷൻ നമുക്ക് കാണുമ്പോൾ പേടിപ്പെടുത്തുന്നുണ്ട് പല കാര്യങ്ങളും. പിന്നെ ഈ പറയുന്ന ടാഗ് ലൈൻ എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ മാർക്കോ സിനിമയുടെ ടാഗ് ലൈൻ മോസ്റ്റ് വയലന്റ് മൂവി ഇൻ മലയാളം എന്നുള്ള ടാഗ് ലൈൻ കൊടുത്തതിന്റെ കാരണം തന്നെ നമ്മൾ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രോമിസ് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് തിയേറ്ററിലേക്ക് കയറ്റുക എന്നുള്ളൊരു മാനദണ്ഡം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്താണോ സിനിമയിൽ കാണിച്ചത് അത് തന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുൻപേ വളരെ കൃത്യമായി നമ്മൾ ഇത് ഇത്രയും വയലൻസ് നിറഞ്ഞ സിനിമയാണെന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിരുന്നത്. കാരണം എന്താണോ സിനിമയിൽ കാണിച്ചത് അത് കറക്റ്റായിട്ട് തന്നെ ആൾക്കാരിൽ മനസ്സിലാക്കിക്കൊണ്ട് വേണം സിനിമയിലേക്ക് എത്താൻ. അതിന് ഫലമായിട്ട് തന്നെയാണ് സിനിമയുടെ സെൻസറിൽ A സർട്ടിഫൈഡ് മൂവി ആയിട്ട് ഈ സിനിമ വന്നതും നമ്മൾ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ ഇറക്കിയത്. പിന്നെ 18 വയസ്സിന് താഴെയുള്ളവർ ഈ സിനിമ കാണാൻ പാടില്ല എന്ന് നമ്മൾ വ്യക്തമായി A സർട്ടിഫിക്കേഷൻ നമ്മൾ ഓരോ പോസ്റ്റേഴ്സിലും ഇവൻ നമ്മൾ എല്ലായിടത്തും അത് പരമാവധി എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നല്ല നമ്മൾ എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട്. ഇത് A സർട്ടിഫൈഡ് മൂവിയാണെന്നും മോസ്റ്റ് വയലന്റ് മൂവിയാണെന്നും. അപ്പോൾ അത് സിനിമ ഈ പറഞ്ഞ സിനിമയിലുള്ള വയലൻസ് ആൾക്കാരിലേക്ക് ഇപ്പോ കുട്ടികൾ അത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സിനിമയായിട്ട് കാണാനും ഈ പറഞ്ഞ ലൈഫിലെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ സിനിമ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം സിനിമയായിട്ട് തന്നെ കാണേണ്ടി വരും എന്നുള്ളത് നമ്മളുടെ കൂട്ടുകാരിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ വീട്ടിൽ നിന്നും നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഒരു ബോധവൽക്കരണം ആവശ്യമുള്ള സമയമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളെപ്പോഴും സിനിമയെ റിയാലിറ്റി ആക്കാൻ കുട്ടികൾ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് വരുമ്പോൾ തന്നെ ആ ഒരു കോമൺ. ഒടുവിൽ കുറ്റസമ്മതം നടത്തുകയാണോ സിനിമയുടെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ്? ഇതാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ അടുത്തിടെ നമുക്കറിയാം നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയ പല കേസുകളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. തിരുവനന്തപുരം വെഞ്ഞാറുമുട്ടെ കൂട്ടക്കൊലപാതകം, താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൊലപാതകം, ഓരോ സ്കൂളുകളിലും അരങ്ങേറുന്ന അക്രമ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് മാർക്കോ പോലെ, അതല്ലെങ്കിൽ ആവേശം, മുറ, പണി തുടങ്ങിയ തല്ലുമാല തുടങ്ങിയ വയലൻസ് സിനിമകളാണ്. ഇതാണ് ഇതിനൊക്കെ ഈ കുട്ടികളെ, ഈ യുവാക്കളെയൊക്കെ ഈ വയലൻസിന് അല്ലെങ്കിൽ അവരെ ഈ ക്രിമിനൽ സ്വഭാവത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് എന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. സിനിമാ മേഖലയിലുള്ളവർ പോലും അത് ശരിവെക്കുകയും ചെയ്തു. അതിലേറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയനായത് ഈ മാർക്കോ സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും നടനുമൊക്കെയാണ്. പക്ഷേ ഇതുവരെയും നിർമ്മാതാവോ അതല്ലെങ്കിൽ നടൻ ഉണ്ണി മുകുന്ദനോ ഇത്തരമൊരു ഈ സിനിമ ചെയ്യേണ്ടിയിരുന്നില്ല, ഈ പുതിയ തലമുറയെ വയലൻസിലേക്ക് പ്രേരിപ്പിച്ചു എന്ന് ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷെ നിർമ്മാതാവ് ഷെരീഫ് ഇതുപോലുള്ള സിനിമ ഇനി ചെയ്യില്ല, താൻ ഇനി ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഒരു കുറ്റസമ്മതമായി കൂടി അതിനെ കാണേണ്ടതല്ലേ? തീർച്ചയായും ടോം, നമുക്കറിയാം കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം മുഖ്യമന്ത്രി ആവേശം സിനിമയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ ഗുണ്ടകളുടെ കൂടെ ചേർന്ന് ആ ഗുണ്ട സംഘം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടു പഠിക്കുന്ന രീതിയിലേക്ക് മാറിയെന്ന് കൃത്യമായി പോലീസിന്റെ റിപ്പോർട്ടുണ്ടെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിയമസഭയിൽ അത്തരത്തിലൊരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ വരെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മലയാള സിനിമകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമയിലെ ലഹരി ഉപയോഗം, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വയലൻസ്, ഇത് സമൂഹത്തെ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ സ്വാധീനിക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം ഇതിനു മുൻപും പല ആവർത്തി നമ്മൾ കേട്ടതാണ്. ഏതെങ്കിലും ഒരു കുട്ടിയെ കോട്ടയത്ത് നടന്ന ഒരു സംഭവം നമുക്ക് പറയേണ്ടിയിരിക്കുന്നു.
അത് ഒരുപാട് കുട്ടികൾ ചേർന്ന് ഒരു കുട്ടിയെ റാഗ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു സമ്മർദ്ദത്തിലാക്കുന്ന വസ്ത്രമൊക്കെ ഒരു സമ്മർദ്ദത്തിലാക്കി ഒരു ആക്രമിക്കുന്ന ഒരു വലിയ രീതിയിൽ അത് പ്രചരിച്ചിരുന്നു, ആ ദൃശ്യങ്ങളടക്കം. അത് പിന്നീട് പോലീസിനോട് ഈ കുട്ടികൾ നൽകിയ മൊഴി പുഷ്പ 2 സിനിമയിലെ നായകനോട് അങ്ങനെ ഗുണ്ടകൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ്. അങ്ങനെ കുട്ടികളെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള സിനിമകൾ സ്വാധീനിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. മാർക്കോ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. പക്ഷെ അതിന്റെ സംവിധായകനും നടനും നിർമ്മാതാക്കളും ഒക്കെ അന്ന് പറഞ്ഞിരുന്നത് കുട്ടികളെ ആരും സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുവരരുത്, ഈ സിനിമ കാണാൻ കുട്ടികളെ കൊണ്ടുവരരുത്, മുതിർന്നവർക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു A സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയാണെന്ന്. പക്ഷേ അത് നമുക്ക് കുട്ടികളെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞാൽ കൂടിയും മാതാപിതാക്കളോട് തന്നെ കുട്ടികൾ സിനിമ കാണാൻ പോകണമെന്നില്ല, കുട്ടികൾ അല്ലാതെ സിനിമ കാണാൻ പോവാം. ഒപ്പം ഈ സിനിമ OTTയിൽ റിലീസായതാണ്. അത്തരത്തിലൊക്കെ ഈ സിനിമയെ കാണുന്ന കുട്ടികളുണ്ട്. അതൊരു വിഭാഗം കുട്ടികളെ ഇത് വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിനു മുൻപും ശേഷവും ഇറങ്ങിയ ആവേശമായിക്കോട്ടെ, പണി ആയിക്കോട്ടെ, മുറ ആയിക്കോട്ടെ, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട് സിനിമകളുടെ. ഇതിലെല്ലാം കുട്ടികൾ വയലൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുട്ടികൾ ഗുണ്ടകളാക്കുന്നു, സുഹൃത്തിനെ കൊന്നതിന്റെ പേരിൽ പ്രതികാരം വീട്ടാൻ മറ്റുള്ളവരെ കൊല്ലുന്നു. ആ തരത്തിലേക്കാണ് പല സിനിമകളുടെയും ഒക്കെ ഒരു പ്രമേയം നീങ്ങുന്നത്. ഇത് വലിയ രീതിയിൽ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. ഒപ്പം അതിൽ ലഹരി ഉപയോഗിക്കുന്ന നായകന്മാർ, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച സുഹൃത്തുക്കളെ, പെൺസുഹൃത്തിനെ ആക്രമിക്കുന്ന സുഹൃത്തുക്കൾ, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ കുട്ടികളെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇവിടെ ഇപ്പോ സിനിമയായ മാർക്കോയുടെ നിർമ്മാതാവ് പറയുന്നത് പ്രകാരം അദ്ദേഹം ഒരു കുറ്റസമ്മതം കൂടിയാണ് നടത്തുന്നത്. ഇതൊരു സിനിമയായി കാണുമെന്ന് കരുതിക്കൊണ്ടാണ് തിയേറ്ററുകളിൽ എത്തിച്ചത്. പക്ഷെ അത് സമൂഹത്തിലുണ്ടാക്കിയ ഇമ്പാക്ട് അത് എത്രത്തോളം വലുതാണെന്ന് ഇപ്പോൾ തനിക്ക് മനസ്സിലായി. തന്റെ അടുത്ത സിനിമയിലൊക്കെ വയലൻസ് ഉണ്ട്, പക്ഷെ അതെല്ലാം കുറച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരം സിനിമയിലെ വയലൻസ് കുറച്ചുകൊണ്ടുള്ള സിനിമയായിരിക്കും ഇനി താൻ പ്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു കുറ്റസമ്മതം കൂടി ഈ നിർമ്മാതാവ് നടത്തുകയും ചെയ്യുന്നു. പക്ഷെ സിനിമയുടെ സംവിധായകനോ നടനോ നിർമ്മാതാവ് ന്യായീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് 18 വയസ്സിൽ താഴെയുള്ളവർ ഈ സിനിമ കാണരുത് എന്ന് പറയുന്നുണ്ട്. A സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്ന സിനിമയാണെന്നൊക്കെ പറയുന്നുണ്ട്, ന്യായീകരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമുക്കറിയാം, അഫാൻ എന്ന യുവാവ്, വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകം നടത്തിയ അഫാൻ 18 വയസ്സിന് മുകളിലുള്ള വ്യക്തിയായിരുന്നു. ഈ അടുത്തിടെ പല കേസുകളിലും പ്രതികളായിട്ടുള്ള യുവാക്കളുടെ പട്ടിക എടുത്തു നോക്കിയാൽ, അവരുടെ പ്രായപരിധി എടുത്തു നോക്കിയാൽ അതൊക്കെ 18 വയസ്സിന് മുകളിലുള്ളവരാണ്. 18 വയസ്സ് താഴെയുള്ളവരുമുണ്ട്. പക്ഷെ അവിടെ ഈ മാർക്കോ മാത്രമല്ലല്ലോ, ഇവിടെ പ്രതിക്കൂട്ടിലുള്ളത് നിരവധി സിനിമകളുണ്ട്. ആവേശം പോലുള്ള പല സിനിമകളും അത് റാഗിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളാണ്. അതൊക്കെയാണ് പിന്നീട് നമ്മുടെ കേരളത്തിൽ പല ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഒക്കെ പ്രതിഫലിച്ചതും. ഈ 18 വയസ്സിൽ താഴെയുള്ള A സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാലും, 18 വയസ്സിൽ താഴെയുള്ളവർ അത് കാണരുതെന്ന് പറഞ്ഞാലും, ഇവിടെ ഈ കുട്ടികൾ പലരും ഈ സിനിമ പോയി കണ്ടിട്ടുണ്ട്. മാത്രമല്ല, എന്തിനാണ് മാർക്കോ പോലുള്ള സിനിമകളിൽ അതുപോലുള്ളൊരു വയലൻസ് രംഗങ്ങൾ എന്ന ചോദ്യവും പല കോണുകളിൽ നിന്ന് വരുന്നു. കാരണം നമ്മുടെയൊക്കെ തല മരവിക്കുന്ന രീതിയിലുള്ള ഒരു ക്രൈം രംഗങ്ങളായിരുന്നില്ല ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. തീർച്ചയായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടികൾ തിയേറ്ററിൽ പോയി തന്നെ ഈ മാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള സിനിമകൾ കാണണമെന്നില്ല. OTTയിൽ അവൈലബിൾ ആണ്, ടെലിഗ്രാമിൽ അവൈലബിൾ ആണ്. ഫോൺ ഇല്ലാത്ത കുട്ടികൾ ചുരുക്കമാണ്. അവർക്കൊക്കെ ഇത് കാണാനുള്ള പല ഓപ്ഷൻസും ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ഒപ്പം ഇത് TV-യിൽ വരികയാണെങ്കിൽ അങ്ങനെയും കാണുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ഈ സിനിമകൾ തിയേറ്ററിൽ മാത്രം കുട്ടികൾ പോയി കാണരുത്, അല്ലെങ്കിൽ തിയേറ്ററിൽ കുട്ടികൾ പോയി കാണരുതെന്ന് ഇതിന്റെ അണിയർ പ്രവർത്തകർ പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള മാനദണ്ഡവുമില്ല. കാരണം അല്ലാതെ തന്നെ ഈ സിനിമ കാണാനുള്ള ഒരുപാട് അവസരങ്ങൾ ഈ കുട്ടികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. മാർക്കോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് സിനിമകളുടെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ, അല്ലെങ്കിൽ സിനിമയിൽ ചിത്രീകരിക്കുന്ന രീതികൾ, ടോം സൂചിപ്പിച്ചത് ഈ മാർക്കോയുടെ ആ സിനിമ എന്താണ് സമൂഹത്തിന് നൽകുന്ന സന്ദേശം, അതായത് നായകന്റെ കുടുംബത്തിനെ ആക്രമിക്കുന്നവരെ തിരിച്ചാക്രമിച്ച്, അല്ലെങ്കിൽ നായകന്റെ കുടുംബത്തെ കൊല്ലുന്നവരെ തിരിച്ചു കൊല്ലുക എന്നൊരു സന്ദേശമാണോ ഈ സിനിമ നൽകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഇതൊക്കെ കാണിക്കുന്ന, ഒരു രക്തം പോലും കാണിക്കുന്നതിലും, അല്ലെങ്കിൽ ആളുകളെ കൊല്ലുന്നതും കുട്ടികളെ ഉപദ്രവിക്കുന്നതും ഗർഭിണിയെ ഉപദ്രവിക്കുന്നതും ഒക്കെ ഒരു മറയുമില്ലാതെ ഇത് നേരിട്ട് കാണിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഫിലിം ചേംബറിന്റെ മീറ്റിംഗിൽ ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ അവർ പറഞ്ഞത് സിനിമയുടെ സെൻസർ ബോർഡാണ് ഇതിൽ ആദ്യമായിട്ടൊരു കടിഞ്ഞാണിടേണ്ടത്.
ഇത്തരത്തിലുള്ള വയലൻസ് സിനിമകൾ അത് പ്രേക്ഷകരെ അത് പ്രദർശിപ്പിക്കില്ല, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അത് കാണിക്കില്ല. ഇതിന്റെ വയലൻസ് കുറച്ചതിന് ശേഷം മാത്രം ഈ സിനിമ പ്രദർശിപ്പിച്ചാൽ മതി എന്ന് സെൻസർ ബോർഡ് കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം നൽകിയാൽ, അല്ലെങ്കിൽ ഒരു തീരുമാനമെടുത്താൽ പല സിനിമകളും ഇത്തരത്തിൽ പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്കുള്ളിലേക്ക് മുന്നിലേക്ക് എത്തില്ല. അങ്ങനെ സെൻസർ ബോർഡിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു കടിഞ്ഞാൺ ഇട്ട് കഴിഞ്ഞാൽ സിനിമയിലെ വയലൻസ് ചിത്രീകരിക്കുന്ന രീതികൾ അല്ലെങ്കിൽ അതിന്റെ ഒരു കാഠിന്യം ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഫിലിം ചേംബർ അവരുടെ അഭിപ്രായമായി വ്യക്തമാക്കിയത്. മറ്റൊന്ന്, സിനിമ ഈ സമൂഹത്തെ സ്വാധീനിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. ഒരു വിഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ലഹരി അല്ലെങ്കിൽ മറ്റ് രീതിയിലൊക്കെ പോകുമ്പോൾ സിനിമയും ഈ ആളുകളെ ഇത്തരത്തിലുള്ള അക്രമം നടത്താൻ സ്വാധീനിക്കും എന്ന് തന്നെയാണ് ഫിലിം ചേംബർ പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഒരു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയിൽ പോലും അത് നൽകുന്ന സന്ദേശം അല്ലെങ്കിൽ അതെന്താണ്, ആ സിനിമ കണ്ടിരിക്കുമ്പോൾ നമുക്ക് അരോചകമായി തോന്നുന്നു. ആത്മഹത്യയൊക്കെ ഒരു മറവുമില്ലാതെ ഒരു ആത്മഹത്യ ചെയ്യുന്ന ആളെ അത് കൃത്യമായി ആളുകൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കുന്നത് തടയാൻ ചെല്ലുന്ന ആളുകളെ കൊല്ലുന്ന, അതായത് ലഹരി ഉപയോഗിക്കുമ്പോൾ അതാരും അതിനെ എതിർക്കരുത് അല്ലെങ്കിൽ അതിനെ തടയരുത് എന്ന തരത്തിലുള്ള സന്ദേശം നൽകുന്ന ഒരു സിനിമയായി ഓഫീസർ ഓൺ ഡ്യൂട്ടിയെ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും സിനിമ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുമ്പോൾ അവർ പാലിക്കേണ്ട അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോട് കാണിക്കേണ്ട ചില മര്യാദകൾ, ആ തരത്തിലുള്ളത് പലതും ഇപ്പോഴത്തെ സിനിമകളിൽ ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും. പക്ഷേ അത് മാത്രം ആക്രമണത്തെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു വിഭാഗം അല്ലെങ്കിൽ ഈ ആക്രമണമൊക്കെ നടത്തുന്ന ആളുകൾക്ക് സിനിമയും ഒരു സ്വാധീനമായി തന്നെ കണക്കാക്കുകയും ചെയ്യാം. തീർച്ചയായും അതുതന്നെയാണ്. എന്തായാലും നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് ഇതൊരു താൻ ഈ സിനിമയിൽ വയലൻസ് രംഗങ്ങൾ തെറ്റായി പോയെന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട്. ഇനി ഇതുപോലുള്ള വയലൻസ് സിനിമകൾ ചെയ്യില്ലെന്ന് പറയുന്നു. പക്ഷേ ഈ ഒരു നിർമ്മാതാവ് മാത്രമല്ല, മലയാള സിനിമ ഒന്നാകെ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കേണ്ടതാണ്. ഈ സിനിമയിലെ നടനും സംവിധായകനുമൊക്കെ, നായകനും സംവിധായകനുമൊക്കെ ഇനി ഇതുപോലുള്ള വയലൻസ് സിനിമകൾ ചെയ്യില്ല എന്ന് തീരുമാനമെടുക്കുന്നത് ഈ സമൂഹത്തിന് നല്ലൊരു സന്ദേശമായിരിക്കും. മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങൾക്കൊക്കെ സിനിമകളും ഒരു കാരണമാകുന്നുണ്ട് എന്ന വിമർശനം ഉൾക്കൊള്ളാൻ സിനിമാ മേഖലയുള്ളവരും തയ്യാറാകണം. ഉണ്ണുമുകുന്ദൻ ചിത്രമായ മാർക്കോയ്ക്ക് TV പ്രദർശനത്തിന് അനുമതിയില്ല. ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിരസിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദർശനത്തിന് അനുമതിയും നിഷേധിച്ചിരിക്കുന്നത്.